എവരിവൺ. അപ്പോൾ ഇന്ന് എൻ്റെ കസിൻ ബ്രദറിൻ്റെ കല്യാണം ഉറപ്പിക്കലാണ് കേട്ടോ. കസിൻ ബ്രദർ എന്ന് പറയുമ്പോൾ എൻ്റെ വാപ്പച്ചിയുടെ പെങ്ങടെ മോനുമാണ്, എൻ്റെ ഇക്കാടെ ഇന്നാടെ മോനുമാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടിയാണ് കേട്ടോ പോണേ. ഞാനുണ്ട്, മാമയുണ്ട്, അമ്മായിയുണ്ട്, ബാബയ്ക്കുണ്ട്. ഞാൻ അമ്മായി മാമ എന്ന് വിളിക്കുന്നതിൻ്റെ കാര്യം നിങ്ങൾക്ക് ഓൾറെഡി അറിയാൻ പറ്റുമല്ലോ, ഞാൻ വേറെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഗ്യാങ്. അമ്മായിമാരും ഉമ്മച്ചി മൂത്തുമ്മ എല്ലാവരും കൂടി ഇരിക്കണേണ്. അപ്പോൾ ബാബയ്ക്ക് ഞാൻ ഫോണായിട്ട് ചെന്നപ്പോൾ പറയുന്നുണ്ട് വീഡിയോ എടുക്കണേന്നൊക്കെ. അപ്പോൾ ദേ എല്ലാവരും അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണേണ്. ഇതേ ഞാൻ ഒരാളെ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഉമ്മുമ്മ, വാപ്പച്ചീൻ്റെ ഉമ്മയാണ്. കണ്ണിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കണേണ്. പിന്നെ ഇതെൻ്റെ ഒരു ഇത്താത്താൻ്റെ അമ്മായിയമ്മയാണ് കേട്ടോ. അപ്പോൾ അതേ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ആൾ വന്ന്. ഇതാണ് ഞങ്ങളുടെ കല്യാണ ചെറുക്കൻ. അവൻ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, എന്നെ കളിയാക്കുന്നുണ്ട് അതിൻ്റെ ഇടക്കൂടെ. അപ്പോൾ അവിടെ നിന്നും കുറേ ആളുണ്ടായി. ഞങ്ങളുടെ ഇവിടെ ആണെങ്കിലും കുറേ ആളുണ്ടായിട്ടാ. ബിരിയാണിയൊക്കെ ആയിരുന്നു, ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈ ഒക്കെ ആയിരുന്നു. ഞാൻ ബിരിയാണി കഴിച്ച്, പക്ഷെ ഞാൻ വീഡിയോ എടുത്തില്ല. ഇതാണ് എൻ്റെ വാപ്പച്ചിയും മാമായും വന്നത്. മാമാൻ്റെ താടി നോക്കി നരച്ചിട്ട് വെള്ളത്താടി. അങ്ങനത്തെ എല്ലാവരും വെയിറ്റ് ചെയ്യണേണ്. കൈയൊക്കെ കൊടുത്ത് പിന്നെ വാക്കൊക്കെ പറഞ്ഞ്. അപ്പോൾ എൻ്റെ ഇത്താത്തമാർക്ക് അൺഎക്സ്പെക്റ്റഡായിട്ട് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് വീഡിയോസൊക്കെ എടുത്ത് കൊടുക്കാനായിട്ട് എനിക്ക് യൂട്യൂബിലിടാനായിട്ട്. അങ്ങനത്തെ എല്ലാവരെയും പരിചയമൊക്കെ പെടുത്തണേണ്. ചെറുക്കൻ്റെ വീട്ടുകാരാ, അങ്ങോട്ടും ഇങ്ങോട്ടും പെണ്ണിൻ്റെ വീട്ടുകാരെയും പരിചയമൊക്കെ പെടുത്തിയിട്ട് പിന്നെ അടുത്തത് ഫുഡ് കഴിക്കാൻ ഇറങ്ങി. ഇതുവായൊക്കെ കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും പോയി. വളയിടലൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ വളയിടലിൻ്റെ വീഡിയോസൊക്കെ ഇടാട്ടാ. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോസൊക്കെ ഇടും. അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ. ഇനി ഞാൻ 2 കൂട്ടുകാരെ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ തക്കുടവും പിന്നെ ഫറായും ഉണ്ട് കേട്ടോ. ഞങ്ങൾ 3 പേരും കുറേ നേരം ഒരുമിച്ചിരുന്ന് കളിച്ചിട്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ അവിടെ നിന്ന് പോകുന്നത്.